നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തകർച്ചയിലായ ഷൊർണൂർ കുളപ്പള്ളി പൊതുമരാമത്ത് റോഡിൽ നവീകരണ പ്രവൃത്തി പുനരാരംഭിച്ചു. റൂട്ടിൽ BM പ്രവൃത്തിക്ക് തുടക്കം. രാവിലെ പ്രവൃത്തികൾ ആരംഭിച്ചത് ഷൊർണൂരിലെ റെയിൽവേ മേൽപ്പാലം അടച്ചിട്ട് തെക്കേ റോഡ് വഴി തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിലും ഗതാഗത ക്ലേശം രൂക്ഷമായി. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവിന്റെ ജന്മദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. ഷൊർണൂർ ഹൈസ്കൂൾ മുറ്റത്ത് ഗാന്ധിജി പ്രസംഗിച്ചിട്ട് 97 വർഷം. അഹിംസയുടെ പ്രവാചകൻ സ്വപ്നം കണ്ടത് സമത്വസുന്ദര രാഷ്ട്രം. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് ജില്ലാ വനിതാ സംഗമം വാണിയംകുളത്ത്. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്നത് കടുത്ത പ്രതിസന്ധികളെന്ന് NTU നേതാക്കൾ. വടക്കാഞ്ചേരിയിൽ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് വന്യജീവി വാരാഘോഷത്തിന് ഓങ്ങല്ലൂരിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂർ കുളപ്പള്ളി പൊതുമരാമത്ത് റോഡിന് ശാപമോക്ഷമാകുന്നു. റൂട്ടിൽ BM പ്രവൃത്തിക്ക് ബുധനാഴ്ച തുടക്കമായി. ഷൊർണൂർ തൃശൂർ റൂട്ടിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്നാണ് കഴിഞ്ഞ ദിവസം PWD അറിയിച്ചതെങ്കിലും രാവിലെ റെയിൽവേ മേൽപ്പാലം അടച്ചതോടെ ഇതിലെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തെക്കേ റോഡ് വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടെങ്കിലും ഗണേഷ്ഗിരിയിൽ സ്വകാര്യ ബസ് പാതയിൽ കുടുങ്ങിയതോടെ മറ്റു ചെറുവാഹനങ്ങൾക്കും പോകാനാകാത്ത അവസ്ഥയുമായി. ഏറെ നാളുകളായി നിലനിൽക്കുന്ന പരാതികൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ ഷൊർണൂർ SMB പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിപാലം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ബുധനാഴ്ച രാവിലെയാണ് BM പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രവൃത്തി ആരംഭിച്ചതോടെ SMB പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിപാലം റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. നേരത്തെ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുമെന്നാണ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചിരുന്നത്. റെയിൽവേ മേൽപ്പാലം അടച്ചതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത് പ്രതിഷേധത്തിന് ഇടയാക്കി. SDPI പ്രവർത്തകരുൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കൊച്ചിപാലം പൊതുവാൾ ജംഗ്ഷൻ റോഡ് പണി പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു ബ്ലോക്കാക്കലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ അപ്രതീക്ഷിതമായ ബ്ലോക്കാക്കലിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വാഹനങ്ങൾ, അതുപോലെ റെയിൽവേയിലേക്ക് പോകുന്ന ഡോക്ടേഴ്സ്, റെയിൽവേയിലേക്ക് പോകുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലോക്കിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്തത്. എല്ലാ ആളുകളും ഇവിടുന്ന് തിരിച്ചുവിടുന്ന ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡ് റോഡിലപ്പോൾ ഒരു സൈഡെങ്കിലും ഓപ്പൺ ആക്കി കൊടുത്തിട്ടാണെങ്കിൽ ആ റെയിൽവേ വരെ പോകുന്ന ആളുകൾക്ക് പോകാമായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളുകൾ ചേലക്കര വഴി ഒറ്റപ്പാലത്തേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ MCക്ക് അറിയിപ്പ് പ്രകാരം തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ചേലക്കര വഴി ഒറ്റപ്പാലത്തേക്കും, അതേപോലെ പട്ടാമ്പി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ആറങ്ങോട്ടുകര വഴി പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒറ്റപ്പാലത്ത് നിന്ന് ഷൊർണൂരിലേക്കും പട്ടാമ്പിയിൽ നിന്ന് ഷൊർണൂരിലേക്കും പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകണമെന്നുള്ളത് മാത്രം അറിയിപ്പിലില്ല. അതുകൊണ്ട് തന്നെ ഈ കുളപ്പള്ളി ഭാഗത്ത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കുറച്ച് ഒരു സൈഡെങ്കിലും ഓപ്പൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ വാഹനങ്ങൾക്ക് എമർജൻസിയിൽ പോകുന്ന വാഹനങ്ങൾ, റെയിൽവേയിലേക്കും മറ്റും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് അത് വലിയൊരു സൗകര്യമൊക്കെ വരുന്നു. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ചേലക്കര, മായന്നൂർ, ഒറ്റപ്പാലം വഴിയും തൃശ്ശൂരിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്കുള്ള വലിയ വാഹനങ്ങൾ ചെറുതുരുത്തി, ആറങ്ങോട്ടുകര, കോട്ടുപാത വഴിയുമാണ് തിരിച്ചുവിട്ടത്. പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള പ്രവൃത്തിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി മേഖലയിൽ വിവിധ പരിപാടികളോടുകൂടി ഗാന്ധി ജയന്തി ആഘോഷിച്ചു. മേലെ പട്ടാമ്പിയിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് രാവിലെ മേലെ പട്ടാമ്പിയിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി സംസാരിച്ചു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ മഹത്തായ മനുഷ്യൻ്റെ ജന്മദിനമാണ് ഇന്ന്. നമുക്കറിയാം, മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും എല്ലാം പര്യായമായി മാറിയിരുന്ന ഗാന്ധിജിയുടെ ജന്മദിനം. ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജനപ്രതിനിധികളായ P വിജയകുമാർ, KT റുക്കിയ, KR നാരായണസ്വാമി, കവിത, K രാജൻ, സെക്രട്ടറി ബെസി സെബാസ്റ്റ്യൻ, ക്ലീൻ സിറ്റി കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ജയന്തി വാരാഘോഷത്തിന് പാലക്കാട് തുടക്കം.
ഏകതാ പരിഷത്തിന്റെയും മദ്യനിരോധന സമിതിയുടെയും നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരി പ്രേമാരാമൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഏകതാ പരിഷത്ത് സംസ്ഥാന കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ, ഏകതാ പരിഷത്ത് ജില്ലാ കൺവീനർ M അഖിലേഷ് കുമാർ, V ചന്ദ്രൻ മണലി, അബ്ദുൽ കുത്തൂസ്, EV കോമളം, KT പുഷ്പവല്ലി, മുരുകദാസ് മാങ്കാവ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ മുതിർന്ന സാമൂഹ്യ പ്രവർത്തകരായ ഡോക്ടർ മാന്നാർ G രാധാകൃഷ്ണൻ, K അബൂബക്കർ, KA സുലൈമാൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനംകുശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് അധ്യക്ഷനായി. ഗാന്ധി സ്മൃതി സംഗമം P അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. ബ്രിജേഷ് മോഴിയോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ A ശ്രീനിവാസൻ, ഇമ്പിച്ചിമണി, ഷാഫി കാരക്കാട്, ഫൈസൽ കാരക്കാട്, അലി VT, നന്ദകുമാർ, നിസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുഷ്പാർച്ചനയും ഉണ്ടായി. ഗാന്ധി ജയന്തി ദിനത്തിൽ ലോകമെങ്ങും മഹാത്മാവിന്റെ സ്മരണകൾ നിറയുമ്പോൾ ഷൊർണൂർ KVR സ്കൂൾ മുറ്റത്ത് സ്പന്ദിക്കുന്നത് ചരിത്രത്തിലെ ആവേശമാത്രകൾ. 1927 വള്ളുവനാട് സന്ദർശിച്ച ഗാന്ധിജി പ്രസംഗിച്ചത് ഷൊർണൂർ ഹൈസ്കൂൾ അങ്കണത്തിലാണ്. ചരിത്രത്തിന്റെ തലയെടുപ്പായി സ്കൂൾ മുറ്റത്ത് ഗാന്ധി പ്രതിമ കാണാം. മഹാത്മാവിൻ്റെ സ്മരണകൾ സ്പന്ദിക്കുന്ന വള്ളുവനാട്ടിലെ ഒരിടം, അതാണ് ഷൊർണൂർ KVR ഹൈസ്കൂൾ. 1931 ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ ആരംഭിച്ച ഈ സ്ഥാപനം പിന്നീട് നിരവധി സാമൂഹിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുടെ സന്ദർശനത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വള്ളുവനാട് മഹാത്മാഗാന്ധിയെ കണ്ടത് ഇരുവട്ടമാണ്. 1927 ഒക്ടോബറിലും 1934 ജനുവരിയിലുമായിരുന്നു അത്. 1927 ഒക്ടോബർ 25 ഷൊർണൂരിൽ മഹാത്മാഗാന്ധി പ്രസംഗിച്ചു. ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ KVR ഹൈസ്കൂൾ മുറ്റത്തായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പന്തൽ ഒരുക്കിയത്. മഹാത്മാഗാന്ധിയുടെ പ്രസംഗം ഷൊർണൂരിൽ പരിഭാഷപ്പെടുത്തിയത് MP ഗോവിന്ദമേനോനായിരുന്നു. അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രസംഗത്തിലെ പ്രധാന പരാമർശങ്ങൾ. 1960 രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദിൽ നിന്ന് ദേശീയ അധ്യാപക അവാർഡ് നേടിയ ഷൊർണൂർ KVR ഹൈസ്കൂൾ സ്ഥാപകൻ KV രാമൻ നായരുടെ ബഹുമാനാർത്ഥം 2000 KVR ഹൈസ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1981 അന്നത്തെ കേരള ഗവർണർ ജ്യോതി വെങ്കിടാചലമാണ് സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. വജ്ര ജൂബിലി ആഘോഷം മുൻ ഹൈക്കോടതി ജഡ്ജി ചേറ്റൂർ ശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. 1948 സ്ഥാപിച്ച ഗാന്ധി പ്രതിമ KVR ഹൈസ്കൂളിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾ ആ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിപ്പോരുന്നുണ്ട്. ഈ വർഷവും അത് സംഘടിപ്പിച്ചിരുന്നു. കുട്ടികൾ പുഷ്പാർച്ചന നടത്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി KVR ഹൈസ്കൂളിലെ SPC, NCC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ ഒരു നിളാതീരത്തിലേക്ക് ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വർഷവും ഒക്ടോബർ 2 മുതൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം സ്കൂളും പരിസരവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്ന് നടത്തി വരാറുണ്ട്. മഹാത്മാവിൻ്റെ മരണശേഷം ഷൊർണൂരിലെ ആദ്യത്തെ ഗാന്ധി പ്രതിമ KVR ഹൈസ്കൂളിൽ സ്ഥാപിക്കാൻ അധികാരികളെ പ്രേരിപ്പിച്ചത് ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രമാണ്. പീഠത്തിലെ ലിഖിതത്തിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധമായ വാക്കുകൾ ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെ: ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് അത് അവരുടെ രാജ്യമാണെന്ന് തോന്നുന്ന ഒരു ഇന്ത്യക്കായി ഞാൻ പ്രവർത്തിക്കും. ആരുടെ നിർമ്മാണത്തിൽ അവർക്ക് ഫലപ്രദമായ ശബ്ദമുണ്ട്, ഒരു ഇന്ത്യയുണ്ടാകും. ഉയർന്ന വിഭാഗവും താഴ്ന്ന വിഭാഗവുമില്ല. എല്ലാ സമുദായങ്ങളും തികഞ്ഞ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ. ഇതാണ് എൻ്റെ സ്വപ്നങ്ങളുടെ ഇന്ത്യ. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വന്യജീവി വാരാഘോഷത്തിന് തുടക്കമായി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തുകളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്ന പരിപാടിയാണ് വന്യജീവി വാരാഘോഷം. ഈ വാരാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവരും 2 സെക്ഷനായ ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാവരും കേട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിർത്തുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായി. ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP ജിനേഷ് സ്വാഗതം ആശംസിച്ചു.
ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ പുഷ്പലത, പ്രിയ പ്രശാന്ത്, ജലജ ശ്രീകുമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സർപ്പ ജില്ലാ കോർഡിനേറ്റർ സിദ്ധാർത്ഥ്, ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറയിൽ MP ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് മിനിമാസ് ലൈറ്റുകൾ മിഴി തുറന്നു. ലൈറ്റുകളുടെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് ജയരാജ്, INTUC മണ്ഡലം പ്രസിഡന്റ് സൂര്യനാരായണൻ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ വാസു മാസ്റ്റർ, PS രാധാകൃഷ്ണൻ, നേതാക്കളായ കബീർ, ബഷീർ, സുനിൽ, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു. അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ MP ഫണ്ട് ഉപയോഗിച്ച ഹൈമാസ്, മിനി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് ജില്ലാ വനിതാ സംഗമം വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. NTU സംസ്ഥാന സമിതി അംഗം N ജയശ്രീ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘ സംസ്ഥാന സമിതി അംഗവും തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജ് അധ്യാപികയും സംസ്കൃത പഠനത്തിന്റെ ഇന്റർനാഷണൽ ഫാക്കൽറ്റിയുമായ ഡോക്ടർ ജോത്സ്ന G നായർ മുഖ്യപ്രഭാഷണം നടത്തി. NTU വനിതാ വിഭാഗം ജില്ലാ കൺവീനർ P അനുപമ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വനിതാ വിഭാഗം രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ ജില്ലാതല വിജയികൾക്കുള്ള സമ്മാനദാനം NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KK രാജേഷ്, ജില്ലാ പ്രസിഡന്റ് PA കൃഷ്ണൻകുട്ടി, സംസ്ഥാന സമിതി അംഗം PS ഐശ്വര്യ, വനിതാ വിഭാഗം ജോയിന്റ് കൺവീനർമാരായ V സുനിത, M ശ്രീജ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. AKPA വടക്കാഞ്ചേരി യൂണിറ്റ് 40ാം വാർഷിക സമ്മേളനം നടന്നു. സമ്മേളനം മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സമ്മേളനം മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. കാരണം കൊണ്ടാണ് ആ 10 ലക്ഷം രൂപ കിട്ടുന്നത്. പക്ഷെ അത് പല മെമ്പർമാരും മറന്നു പോവുകയാണ്. പല മെമ്പർമാർ ഇന്നും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ കാർഡ് കൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ഗുണം, എന്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് എന്താ ഗുണമുള്ളത്, ഞങ്ങളെന്താ മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ എന്താ, ഞങ്ങൾക്ക് എന്താ വർക്ക് കിട്ടില്ലേ, ഞങ്ങൾക്ക് എന്താ വർക്ക് കിട്ടാതെ വല്ല കുറവുള്ളൂ. പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കുന്നത് എന്താണെങ്കിൽ ഈ വർക്ക് എല്ലാം കിട്ടാൻ കാരണം കൊണ്ട് നമ്മളെമാരിലെ മുതിർന്ന അംഗങ്ങൾ, ഇപ്പൊ ജോർജേട്ടിനെ പോലെ, അതേപോലെ മറ്റേ ബാക്കി രാജശേഖരനെ പോലെ, പിന്നെ അതേമാതിരി ബാക്കിയുള്ള ആളുകളെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ ആ പ്രസ്ഥാനത്തെ എന്തും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നിട്ട് ഇറങ്ങണമെന്നാണ് പറയുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഡെന്നി പാർലിക്കാട് അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി സുരേഷ് അൽഫ റിപ്പോർട്ടും ട്രഷറർ ഷോബി സൈൻ കണക്കും അവതരിപ്പിച്ചു. ഷാജി ലെൻസ്മാൻ മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുരളി PV, ബബീഷ്, പ്രസാദ്, വിനയൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. മേഖലയിലെ മുതിർന്ന അംഗങ്ങളായ ജോർജ്, ശ്രീധരൻ, ഐസക് എന്നിവരെ പരിപാടിയിൽ വെച്ച് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും അനുമോദിച്ചു. തുടർന്ന് സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. യൂണിറ്റ് പ്രസിഡന്റായി ഡെന്നി പാർലിക്കാരനെയും, സെക്രട്ടറിയായി സുഭാഷിനെയും, ട്രഷററായി നസീർ ഹുസൈനെയും, വൈസ് പ്രസിഡന്റായി സുരേഷിനെയും, ജോയിന്റ് സെക്രട്ടറിയായി സുരേഷ് അൽഫയെയും, മേഖലാ കമ്മിറ്റി അംഗങ്ങളായി ബിബീഷ്, മിഥുൻ, ഷോബി സൈൻ എന്നിവരെയും, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി കൃഷ്ണകുമാർ, ഇംതിയാസ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ പാലക്കാട് ജില്ലാ 56ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ഒറ്റപ്പാലത്ത് ജില്ലാ പ്രസിഡന്റ് ഗംഗാധരന്റെ അധ്യക്ഷതയിലായിരുന്നു രൂപീകരണ യോഗം. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി VK സതീഷ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ട്രഷറർ P സക്കീർ ഹുസൈൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ CM ബാബുരാജൻ നന്ദി പറഞ്ഞു. 101 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. P സക്കീർ ഹുസൈൻ, A സുരേഷ് എന്നിവർ രക്ഷാധികാരികളും, G ഗംഗാധരൻ ചെയർമാനും, K ഉണ്ണികൃഷ്ണൻ കൺവീനറും, AK ധനേഷ് സെക്രട്ടറിയുമാണ്. വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നാട്ടുമത്സ്യസമ്പത്തിന് കാവലായി ജീവകാരുണ്യ പ്രവർത്തകർ. വടക്കാഞ്ചേരി, കുമ്പളങ്ങാട്, വച്ചി തുടങ്ങിയ ചെറിയ വെള്ളക്കെട്ടിലെ 100 കണക്കിന് നാടൻ മീനുകൾക്ക് സുരക്ഷയൊരുക്കിയാണ് സുഹൃത്തുക്കൾ മാതൃകയായത്. ജീവകാരുണ്യ പ്രവർത്തകൻ പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ്, ജയൻ തേക്കിങ്കാട്ടിൽ, എങ്കക്കാട് സ്വദേശി സുരേഷ് കൊടുവേലി എന്നിവരാണ് മീൻകൂട്ടത്തിന് സുരക്ഷ ഒരുക്കിയത്. പ്രദേശത്ത് തരിശുകിടക്കുന്ന പാടത്തിനരികിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് അതിവേഗം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ വെള്ളക്കെട്ടിൽ 100 കണക്കിന് മീൻകുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്.
ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും വെള്ളം വറ്റിയേക്കാവുന്ന സ്ഥലം കൊറ്റികൾ ഉൾപ്പെടെയുള്ള മത്സ്യപ്രിയരായ പക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതും ഇത്രയധികം മീനുകൾ ഇവിടെ തുടരുന്നതിന് കാരണമായി. 2-3 ബക്കറ്റ് വെള്ളം മാത്രം അവശേഷിക്കുന്ന വെള്ളക്കുണ്ടിൽ തിങ്ങി നിറഞ്ഞ പരൽ, ബ്രാൽ മീനുകളെയെല്ലാം ശ്രദ്ധാപൂർവം പിടികൂടി പാർലേക്കാട് വെള്ളതിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിൽ നിക്ഷേപിച്ചാണ് മൂവർ സംഘം സഹജീവി സ്നേഹത്തിന്റെ മാതൃക തീർത്തത്. പാർലിക്കാട് വ്യാസ കോളേജിൻ്റെ അടുത്ത് ചെറിയൊരു ചാലിൽ 2 ബക്കറ്റ് വെള്ളം ഏകദേശമുള്ള ആ ഒരു സ്ഥലത്ത് 100 കണക്കിന് മീൻ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റി. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ, ജയൻ, സുരേഷ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കൂടി കൊണ്ടുവന്ന് ഇവിടെ അമ്പലക്കുളത്തിൽ നിക്ഷേപിച്ചു. അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. നാട്ടുമത്സ്യസമ്പത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മത്സ്യങ്ങൾക്ക് കരുതൽ ഒരുക്കിയ സംഭവം നാട്ടുമത്സ്യ സംരക്ഷണത്തിനും മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ എസ്.എൻ. കോളേജിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി രജനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ എസ്.എൻ. കോളേജിലെ NSS യൂണിറ്റും PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും സംയുക്തമായാണ് ചൊവ്വാഴ്ച കോളേജ് അങ്കണത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായി. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രജനി പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ C. ഗിരിജ, പ്രശോഭ ശശികുമാർ, ലൈബ്രറിയൻ ശില്പ, ഓഫീസ് സ്റ്റാഫ് പ്രീത എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റമീല സന്യ, ഹൗസ് സർജന്മാരായ ഡോക്ടർ അഭിഷേക്, ഡോക്ടർ ആകാശ്, ഡോക്ടർ അഭിനവ്, ഡോക്ടർ ശ്രീഹരി, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശങ്കർ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത്, പിന്നെ അമിത രക്തസമ്മർദ്ദമുള്ളവരും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ ലോകത്തിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പൊ 5 ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദമുള്ള ആളുകളെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ തനിക്ക് അസുഖമുണ്ട് എന്ന് അറിയുള്ളൂ. ബാക്കി 4 പേർക്കും അത് അറിയുക പോലും ഇല്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തകർച്ചയിലായ ഷൊർണൂർ കുളപ്പള്ളി പൊതുമരാമത്ത് റോഡിൽ നവീകരണ പ്രവൃത്തി പുനരാരംഭിച്ചു. റൂട്ടിൽ BM പ്രവൃത്തിക്ക് തുടക്കം. രാവിലെ പ്രവൃത്തികൾ ആരംഭിച്ചത് ഷൊർണൂരിലെ റെയിൽവേ മേൽപ്പാലം അടച്ചിട്ട് തെക്കേ റോഡ് വഴി തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിലും ഗതാഗത ക്ലേശം രൂക്ഷമായി. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവിന്റെ ജന്മദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. ഷൊർണൂർ ഹൈസ്കൂൾ മുറ്റത്ത് ഗാന്ധിജി പ്രസംഗിച്ചിട്ട് 97 വർഷം. അഹിംസയുടെ പ്രവാചകൻ സ്വപ്നം കണ്ടത് സമത്വസുന്ദര രാഷ്ട്രം. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് ജില്ലാ വനിതാ സംഗമം വാണിയംകുളത്ത്. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്നത് കടുത്ത പ്രതിസന്ധികളെന്ന് NTU നേതാക്കൾ. വടക്കാഞ്ചേരിയിൽ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് വന്യജീവി വാരാഘോഷത്തിന് ഓങ്ങല്ലൂരിൽ തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.